ചാച്ചനെ അഭിലാഷിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. അഭിലാഷിന്റെ ഹലോ ആമേ ആ ഓ സുഖമായിട്ടിരിക്കുന്നു. ഞാനമ്മേ ഈ വരുന്ന 38-ാം തീയതി അല്ല 8-ാം തീയതി അടുത്ത മാസം 8-ാം തീയതി ഞാൻ പോകും. ആ 8-ാം തീയതി സാധനം ഉണ്ടോ? 1 കിലോ അല്ലേ കാണത്തുള്ളൂ. ആ 5-ാം തീയതി അല്ല 6-ാം തീയതി എത്തിച്ചാൽ മതി, കുഴപ്പമില്ല. 5-നോ 6-നോ കൊണ്ടുവന്നാൽ മതി, കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ കാണില്ല, വീട്ടിൽ കൊടുത്താൽ മതി. ഓക്കെ ശരി ഓക്കെ. ചാച്ചൻ എന്തോ കള്ളത്തരവി പറയുന്നത്. നമ്മൾ 28-ാം തീയതി പോകും. അതെ, പിന്നെന്തിനാ അവരോട് 8-ാം തീയതി പറഞ്ഞേ? എടി കഴിഞ്ഞ പ്രാവശ്യം ഇവര് തന്നെ വിളിച്ച് നമുക്ക് 1 കിലോ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ 1 കിലോ സാധനം കൊണ്ടുവരാൻ പറഞ്ഞു. വന്നപ്പോൾ എന്തോ 3-3.5 കിലോ സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തോ പറ്റി, നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പലതും എടുത്ത് പുറത്തെടുക്കേണ്ടി വന്നു ഇവരുടെ സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന അഭിലാഷൻ ഫാമിലി അവര് മൊത്തത്തിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. അവർ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്ന് നീ അറിഞ്ഞു? ഇല്ല. തിരിച്ച് വന്ന് അറിഞ്ഞു? നമ്മൾ എപ്പോഴാണ് അറിഞ്ഞത്? അവർ തിരിച്ച് ഗൾഫിൽ വന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ പോയായിരുന്നു. ഫേസ്ബുക്കിലെടുത്തില്ല, വാട്സപ്പിലെടുത്തില്ല, എങ്ങും എടുത്തില്ല. ഇവരൊക്കെ നാട്ടിൽ പോകുമ്പോൾ മറ്റുള്ളവർ ആരും അറിയത്തില്ല. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ മാസം കൂടെ ഈ അഭിലാഷ് നാട്ടിൽ വന്ന എന്നിട്ട് നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല. ഇവർക്ക് പോകും ഒരു അത്യാവശ്യത്തിന് സാധനങ്ങളോ എന്തെങ്കിലും ഡോക്യുമെന്റോ മറ്റു സാധനങ്ങളോ കൊണ്ടുപോകുന്നില്ലാന്നോ ഇവർ നമ്മളും കൂടെ പറയും പടപടയെ ഇഷ്ടം പോലെ സാധനം കൊണ്ടുവരും. നമുക്ക് നാട്ടിൽ കൊണ്ടുണ്ടേ ഇത്രയും റേറ്റും കൂടിയ സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകുമ്പോൾ നമുക്ക് സാധനം കൊണ്ടുകൊണ്ട് പലരും നമ്മൾ മാറ്റി വെക്കുകയാണ്. ഈ ഒരാൾ മാത്രമല്ല, പല ആൾക്കാരുടെ കയ്യിലും ഇവർ കൊടുത്ത് ഈ മമ്മിയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർ കയ്യിലും 2-3-4 കിലോ വെച്ച് കൊടുക്കും. ഒരു 5-6 പേര് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് 10 കിലോ അവർക്ക് അവിടെ കിട്ടും. വേറെ പണിയൊന്നുമില്ല, ഒരു പണി നമ്മൾ തിരിച്ചും കൊടുക്കും, അത്രേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ ദുഷ്ടനാണ്. നമ്മളെ നാട്ടിൽ ഗൾഫിൽ കൊണ്ടുള്ള സാധനമാണ് മാറ്റി വെക്കുന്നത്, അത് കുഴപ്പമൊന്നുമില്ല.